Hi students, good morning all of you. Welcome back to my video class. Today discuss one question. Draw three triangles with length of two sides 4 and 5 centimeters and the angle between them 60 degree, 90 degree, 120 degree. Draw the circumcircle of each. അതുകൊണ്ട് ഫസ്റ്റ് സർക്കം സർക്കിൾ എങ്ങനെ വരയ്ക്കാം എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിൻ്റെ വെർട്ടെക്സ് എവിടെയായിരിക്കണം? സർക്കിളിലാണെങ്കിൽ അതിനെയാണ് എന്ത് പറയാം? സർക്കം സർക്കിൾ എന്ന് പറയാം. അതായത് സർക്കം സർക്കിൾ എങ്ങനെയാണ് കിട്ടുക വെച്ചാൽ, ഒരു ലൈൻ എ ബി സി എന്ന ട്രയാങ്കിൾ ആണെങ്കിൽ എ ബി എന്ന സൈഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക? മോർ ദാൻ ഹാഫ് എടുത്തിട്ട് കട്ട് ചെയ്യാം. മോർ ദാൻ ഹാഫ് എടുത്ത് കട്ട് ചെയ്ത് ലൈൻ വരച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണ്ടാവും? 90 ഡിഗ്രിയും ബൈസെക്റ്റും ചെയ്യും. അതുകൊണ്ട് ഇതിനെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്നാണ് പറയാം. അതായത് ഒരു ലൈൻ സെഗ്മെൻറ്റിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ ആ ടു സൈഡ്സിൻ്റെ വരച്ചാലും മതി. ടു സൈഡ്സിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ പറയുന്ന പേരാണ് സർക്കം സെൻറ്റർ. എന്താണ്? സർക്കം സെൻറ്റർ. ആ സർക്കം സെൻറ്റർ കോമ്പസ് വെച്ച് കോമ്പസ് കൊണ്ട് ഒരു സർക്കിൾ വരച്ചാൽ അത് വെർട്ടെക്സ് ഓഫ് ത്രീ വെർട്ടെക്സ് ഓഫ് എ ട്രയാങ്കിൾസ് ലൈസ് ഓൺ ദ സർക്കിൾ ആണെങ്കിൽ ദിസ് ട്രയാങ്കിൾ ഈസ് കോൾഡ് സർക്കിൾ ഈസ് കോൾഡ് സർക്കം സർക്കിൾ. അപ്പോൾ സർക്കം സർക്കിൾ വരയ്ക്കാൻ എങ്ങനെ ചെയ്യുക? ഗിവൺ മെഷർമെൻറ്റിൽ ട്രയാങ്കിൾ വരയ്ക്കുക. ആ ട്രയാങ്കിളിൻ്റെ 3 വെർട്ടെക്സ് എവിടെയായിരിക്കണം? സർക്കിളിലെ പോയിൻ്റ് ആയിരിക്കണം. അപ്പം അത് വരയ്ക്കേണ്ട രീതിയാണ്. ഒരു ട്രയാങ്കിൾ തന്ന മെഷർമെൻറ്റിൽ ട്രയാങ്കിൾ വരയ്ക്കുക. സൈഡ്സ് ബൈസെക്ടർ വരയ്ക്കുക. സൈഡ് ബൈസെക്ടർ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ കോമ്പസ് വെച്ചിട്ട് കോമ്പസിൻ്റെ ലൈൻ വരയ്ക്കുന്നത് 3 പോയിന്റ്സ് കൂടെ പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ സർക്കിളിനെ എന്ത് പറയും? സർക്കം സർക്കിൾ എന്നാണ് പറയാം. ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞ ഡ്രോ 3 ട്രയാങ്കിൾസ് ആണ്. 3 ട്രയാങ്കിൾസ് ആണ് വരയ്ക്കേണ്ടത്. ട്രയാങ്കിൾസിൻ്റെ ലെങ്ത്തുകൾ തന്നിട്ടുണ്ട്. 2 സൈഡ്സ് 4 and 5 ആണ്. അതായത് ഒരു സൈഡ് 5ഉം ഒരു സൈഡ് 4ഉം ആണ്. ആംഗിൾ ബിറ്റ്വീൻ ദം ഫസ്റ്റ് 60 ഡിഗ്രി, സെക്കൻഡ് 90 ഡിഗ്രി, തേർഡ് 120 ഡിഗ്രി. ഇത് 60 ഡിഗ്രിയിലാണ് വരയ്ക്കാം. അടുത്തത് 5 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ വരച്ചു. ഇതിൻ്റെ ഇടയിൽ എത്ര ഡിഗ്രിയാണ് പറഞ്ഞത്? 90 ഡിഗ്രിയിൽ വരയ്ക്കാൻ പറഞ്ഞു. ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടത്? 5 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ. ഈ 4 സെൻറ്റിമീറ്റർ എത്ര ഡിഗ്രിയിലാണ് വരയ്ക്കേണ്ടത്? 120 ഡിഗ്രി. ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. അത് ഈ 4 സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് ഈ കിട്ടുന്ന ട്രയാങ്കിളാണ് ഫസ്റ്റത്തെ ട്രയാങ്കിൾ. അതേമാതിരി 5 സെൻറ്റിമീറ്ററും 90 ഡിഗ്രിയിൽ 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് ചിത്രം വരയ്ക്കുന്നതാണ് സെക്കൻഡ്. തേർഡ് 5 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്റർ 120 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഈ കിട്ടുന്ന ട്രയാങ്കിൾ, ഈ 3 ട്രയാങ്കിളിൻ്റെയും സർക്കം സർക്കിൾ വരയ്ക്കുകയാണ് വേണ്ടത്. എങ്ങനെയാണ് സർക്കം സർക്കിൾ വരയ്ക്കേണ്ടത്? 3 ട്രയാങ്കിൾസ്, ഡ്രോ 3 ട്രയാങ്കിൾസ് ആൻഡ് ഡ്രോ എ സർക്കം സർക്കിൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ 5 സെൻറ്റിമീറ്റർ. Draw 5 centimeter. First triangle, draw 5 centimeter. And 60 degree. What is the angle of 60 degree? Using compass, how to draw 60 degree? You study in 8th standard how to draw 60 degree. Compass, fix at the compass here. Compass ഇവിടെ ഫിക്സ് ചെയ്തിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്യാം. ആ ആർക്ക് കട്ട് ചെയ്യുന്നത് വീണ്ടും ഇങ്ങനെ കട്ട് ചെയ്താൽ ഈ കിട്ടുന്നത് ജോയിൻ ചെയ്താൽ ആ കിട്ടുന്ന ആംഗിൾ എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ കോമ്പസ് കൊണ്ട് വരയ്ക്കണമെന്നില്ല, എങ്ങനെയെങ്കിലും 60 ഡിഗ്രി വരയ്ക്കുക. എങ്ങനെ 60 ഡിഗ്രി വരയ്ക്കുക? പ്രൊട്രാക്ട് എടുത്തിട്ട് 60 ഡിഗ്രി, അതായത് ബേസ് ലൈൻ അവിടെ വെക്കുക, 60യിൽ മാർക്ക് ചെയ്യുക, വരയ്ക്കുക. അതിന് അതിൽ 5 സെൻറ്റിമീറ്റർ വരച്ചു, 60 ഡിഗ്രി മാർക്ക് ചെയ്തു. ഇനി സൈഡ് എത്രയെന്നാണ് പറഞ്ഞത്? 4 ആണ്.
പ്രൊട്രാക്ടറിൽ സ്കെയിലിൽ നിന്ന് 4 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ ഫിക്സ് ചെയ്തിട്ട് 4 സെൻറ്റിമീറ്റർ കട്ട് ചെയ്യാം. 4 സെൻറ്റിമീറ്റർ കട്ട് ചെയ്യാം. എന്നതിന് ശേഷം ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ട്രയാങ്കിൾ കിട്ടും. അങ്ങനെ ട്രയാങ്കിൾ കിട്ടും. ആ ട്രയാങ്കിളിൻ്റെ ബൈസെക്ടർ വരയ്ക്കാം. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ വൺ സൈഡിൻ്റെ മോർ ദാൻ ഹാഫ് എടുക്കുക, ആർക്ക് കട്ട് ചെയ്യാം. മോർ ദാൻ ഹാഫ് എടുക്കുക, ആർക്ക് കട്ട് ചെയ്യാം. ഇവിടെ ഫിക്സ് ചെയ്തിട്ട് വീണ്ടും ആർക്ക് കട്ട് ചെയ്യാം. അപ്പം കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ലൈൻ വരയ്ക്കാം. ജോയിൻ ചെയ്യാം. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ച് ചെയ്താലും മതി. ഒരു സൈഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയി. ഇനി വേറെ ഏതെങ്കിലും സൈഡിൻ്റെ പെർപെൻഡിക്കുലർ. ഇനി ഞാൻ ഈ സൈഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് വരയ്ക്കുക. മോർ ദാൻ ഹാഫ് എടുക്കുക. ഈ സൈഡിൻ്റെ മോർ ദാൻ ഹാഫ് എടുക്കുക. മോർ ദാൻ ഹാഫ് എടുത്തിട്ട് ടോപ്പിലും ബോട്ടം, അതായത് രണ്ട് സൈഡിലും ലൈനിൻ്റെ അപ്പും ഡൗണും വരയ്ക്കാം. താഴെയും മുകളിലായിട്ട് വരച്ചതിന് ശേഷം ആ ലൈൻസ് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടറും കൂടി ആയി. പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് ഇത്. അതിനെയാണ് എന്ത് പറയുക? സർക്കം സെൻറ്റർ എന്ന് പറയാം. മീറ്റ് ചെയ്ത പോയിന്റിന് സർക്കം സെൻറ്റർ എന്ന് പറയും. ആ സർക്കം സെൻറ്ററിൽ കോമ്പസ് വെച്ചിട്ട് എന്ത് ചെയ്യുക? സർക്കിൾ വരയ്ക്കും. ഇതാണ് റേഡിയസ് വരിക. ഈ റേഡിയസ് എടുത്തിട്ട് എന്ത് ചെയ്യുക? സർക്കിൾ വരയ്ക്കും. ഈ 3 വെർട്ടെക്സ് കൂടി സർക്കിൾ പാസ് ചെയ്യണം. അപ്പോൾ ആ 3 വെർട്ടെക്സ് കൂടെ സർക്കിൾ പോകണ്ടോ എന്ന് നോക്കുക. അങ്ങനെ വരച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? സർക്കം സർക്കിൾ കിട്ടും. ഇതാണ് സർക്കം സർക്കിൾ. അതായത് ഫസ്റ്റ് വെർട്ടെക്സ്, പിന്നൊരു വെർട്ടെക്സ്, പിന്നൊരു വെർട്ടെക്സ്. അങ്ങനെ ആ 3 വെർട്ടെക്സ് കൂടി സർക്കിൾ വരച്ചു. ഇതിനെയാണ് എന്ത് പറയുക? സർക്കം സർക്കിൾ. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ട്രയാങ്കിളിൻ്റെ പേര് കൊടുക്കാം. ABC ആണ്. സെൻറ്റർ O എന്ന് മാർക്ക് ചെയ്യും. അങ്ങനെ ഫസ്റ്റത്തെ ട്രയാങ്കിൾ കഴിഞ്ഞു. അതായത് 5 സെൻറ്റിമീറ്റർ 60 ഡിഗ്രി 4. അപ്പോൾ ഇതൊന്നും മനസ്സിലായി. 3 ആംഗിൾസും അക്യൂട്ടാണ്. ഒന്ന് 60 ആണ്, മറ്റേ രണ്ടും 90നേക്കാൾ ലെസ്സാണ്. ഇനി വരയ്ക്കേണ്ടത് സെക്കൻഡ്. സെക്കൻഡ് ഏതാണ്? നമുക്ക് 5 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ് വരയ്ക്കേണ്ടത്. ഏതാ വരയ്ക്കേണ്ടത്? താഴെ. ഇനി വരയ്ക്കേണ്ടത് 5 സെൻറ്റിമീറ്റർ 90 ഡിഗ്രിയിലാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം? 5 സെൻറ്റിമീറ്ററിൽ വരയ്ക്കും. 5 സെൻറ്റിമീറ്റർ ലൈൻ വരച്ചു. ഇനി 90 ഡിഗ്രി, അത് നിങ്ങൾക്ക് സ്കെയിലോണ്ടോ കോമ്പസോ പ്രൊട്രാക്ടറോ എന്തെങ്കിലും ഉപയോഗിച്ച് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം? പ്രൊട്രാക്ടർ എടുത്ത് 90 ഡിഗ്രി വരയ്ക്കാം. 90 ഡിഗ്രി മാർക്ക് ചെയ്യാം. സ്കെയിൽ ഉപയോഗിച്ച് ലൈൻ വരയ്ക്കാം. അപ്പോൾ എന്തോ കിട്ടി? 90 ഡിഗ്രി. ഇത് 5 സെൻറ്റിമീറ്റർ ആണ്. ഇനി വരയ്ക്കേണ്ടത് 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ആർക്ക് 4 സെൻറ്റിമീറ്റർ ആർക്ക് എടുത്തിട്ട് കട്ട് ചെയ്യും. 4 സെൻറ്റിമീറ്റർ ആർക്ക് എടുത്തിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടും. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ജോയിൻ ചെയ്യുമ്പോൾ 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. 5 സെൻറ്റിമീറ്റർ 90 വരച്ചു. ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടണ്ടേ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ സർക്കം സർക്കിളാണ് ഇനി വരയ്ക്കുന്നത്. സർക്കം സർക്കിൾ വരയ്ക്കാനുള്ള രീതി എന്താണ്? മോർ ദാൻ ഹാഫ് എടുക്കാം. ഏതെങ്കിലും 2 സൈഡ്സിൻ്റെ ബൈസെക്ടർ വരയ്ക്കാം. ഞാൻ മോർ ദാൻ ഹാഫ് എടുത്തു. ആർക്ക് കട്ട് ചെയ്യാം. മുകളിലും താഴെയും കട്ട് ചെയ്യാം. അതുപോലെ ഇവിടെ ഫിക്സ് ചെയ്തുകൊണ്ട് മുകളിലും താഴെയും കട്ട് ചെയ്യുക. അതായത് അപ്പ് ആൻഡ് ഡൗൺ. കറക്റ്റായിട്ട് പോയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ചിത്രം വരച്ചാൽ കറക്റ്റ് ആവില്ല. അപ്പോൾ ആർക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം ഇവിടുന്നും ആർക്ക് കട്ട് ചെയ്യും. എന്നിട്ട് അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചിരിക്കുക. അപ്പം പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. ഡോട്ട് ഇട്ട് വരച്ചാലും മതി. ഇനി അതേമാതിരി വേറൊരു സൈഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ഞാൻ ഈ സൈഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ് വരയ്ക്കുന്നത്. അതായത് 4ൻ്റെ മോർ ദാൻ ഹാഫ് എടുക്കാം. അതായത് ഒരു അക്യുറേറ്റ് ആയിട്ട് എടുക്കുക. കറക്റ്റായിട്ടൊന്നും എടുക്കണ്ട. ആർക്ക് കട്ട് ചെയ്യാം. അതേമാതിരി ഈ വെർട്ടെക്സ് ഒന്നും എന്ത് ചെയ്യാം?
ഇവിടെ ഫിക്സ് ചെയ്തിട്ട് ആർക്ക് കട്ട് ചെയ്യും. എക്സ്റ്റെൻഡ് ചെയ്ത് കട്ടാവുന്നില്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടച്ച് ചെയ്തു. ഇനി ആ ബൈസെക്ടറും വരയ്ക്കാം, പെർപെൻഡിക്കുലർ ബൈസെക്ടറും വരയ്ക്കാം. അപ്പോൾ ആ പെർപെൻഡിക്കുലർ ബൈസെക്ടറും വരച്ചു കഴിഞ്ഞാൽ ആ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റിലുണ്ടാവും. അതിനെയാണ് എന്ത് പറയുക? സർക്കം സെൻറ്റർ എന്ന് പറയും. അപ്പം നേരത്തെ മാതിരി ട്രയാങ്കിൾ ABC എന്ന് പേരിടുക, സർക്കം സെൻറ്റർ O എന്ന് മാർക്ക് ചെയ്യാം. ഇനി സെൻറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? സർക്കിള് വരയ്ക്കാം. എങ്ങനെ സർക്കിൾ വരയ്ക്കാം? ഇവിടെ കോമ്പസ് വെക്കാം. ഈ 3, 4 വെർട്ടെക്സ് കൂടി എന്ത് ചെയ്യണം? സർക്കിൾ പാസ് ചെയ്യണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തതിന് ശേഷം വരയ്ക്കാം. അപ്പം ട്രയാങ്കിൾ ത്രീ പോയിന്റ്സ് കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഇതാണ് എന്ത്? ABCയുടെ സർക്കം സർക്കിൾ. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തത്? ആദ്യം തന്ന അളവിൽ 5 സെൻറ്റിമീറ്റർ വരച്ചു, പിന്നെ 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് 4 കട്ട് ചെയ്തു, ട്രയാങ്കിൾ ഫോം ചെയ്തു. ട്രയാങ്കിൾ ഫോം ചെയ്താൽ 2 സൈഡ്സിൻ്റെ ബൈസെക്ടേഴ്സ് വരയ്ക്കാം. ആ ബൈസെക്ടേഴ്സ് വരയ്ക്കുമ്പം ഒരു പോയിന്റ് മീറ്റ് ചെയ്യും. അതാണെന്ത്? സർക്കം സെൻറ്റർ. ആ സർക്കം സെൻറ്ററിൽ കൂടെ വരച്ച് പോവുക. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും? സർക്കം സർക്കിൾ കിട്ടും. ഇനി തേർഡ് നിങ്ങൾക്ക് വരയ്ക്കേണ്ടത് 5ഉം 120 ആയിട്ടാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? 5 സെൻറ്റിമീറ്റർ വരയ്ക്കാം. ഫൈവ് സെൻറ്റിമീറ്റർ വരച്ചു. പൊട്രാക്ടറിൽ 120 മാർക്ക് ചെയ്യാം. 120 മാർക്ക് ചെയ്തു. അതിലൂടെ ലൈൻ ജോയിൻ ചെയ്യാം. ലൈൻ ജോയിൻ ചെയ്യാം. പിന്നെ 4 സെൻറ്റിമീറ്റർ കട്ട് ചെയ്യാം. ട്രയാങ്കിൾ കിട്ടും. ഈ ട്രയാങ്കിളിൻ്റെയും സർക്കം സർക്കിൾ വരയ്ക്കാം. എങ്ങനെയാണ് ട്രയാങ്കിളിൻ്റെ സർക്കം സർക്കിൾ വരയ്ക്കുക? ഏതെങ്കിലും ഒരു സൈഡിൻ്റെ മോർ ദാൻ ഹാഫ് എടുത്തിട്ട് ബൈസെക്ടർ വരയ്ക്കാം. അപ്പോൾ ഇത് ബൈസെക്ടർ വരയ്ക്കുമ്പോൾ താഴേക്ക് പോകുന്നത് കൊണ്ട് കുറച്ചും കൂടെ മുകളിലേക്കാക്കി വരയ്ക്കാം. അതായത് ഒരു ട്രയാങ്കിൾ ഒരു പിന്നെ 120 ഡിഗ്രി വരയ്ക്കാം. മാർക്ക് ചെയ്യാം. അതിൻ്റെ ലൈൻ വരയ്ക്കാം. അപ്പോൾ 5 സെൻറ്റിമീറ്റർ 120 ഡിഗ്രി 4 കട്ട് ചെയ്യാം. എന്നിട്ട് ട്രയാങ്കിൾ ജോയിൻ ചെയ്യാം. ട്രയാങ്കിൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സർക്കം സർക്കിൾ വരയ്ക്കാനുള്ള രീതിയാണ് മോർ ദാൻ ഹാഫ് എടുത്തിട്ട് ബൈസെക്ടർ വരയ്ക്കും. അപ്പോൾ ഞാനിവിടെ മോർ ദാൻ ഹാഫ് എടുക്കുകയാണ്. ആർക്ക് കട്ട് ചെയ്യാം. അതേമാതിരി ഇവിടുന്നും കട്ട് ചെയ്യാം. സൈഡ്സ് വരയ്ക്കാം. അപ്പോൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. ഇനി അതുപോലെ ഈ സൈഡിനോ അല്ലെങ്കിൽ മറ്റേ സൈഡിനോ തേർഡ് സൈഡിനോ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. അതെങ്ങനെയാണ് വരയ്ക്കേണ്ടത്? മോർ ദാൻ ഹാഫ് എടുത്തിട്ട് ആർക്ക് കട്ട് ചെയ്യാം. അപ്പം മുകളിലും താഴെയും കട്ട് ചെയ്യാം. ആ കട്ട് ചെയ്ത പോയിന്റ്സ് കൂടെ ലൈൻ വരയ്ക്കാം. ജോയിൻ മീറ്റ് ചെയ്യുന്നില്ല, കോമൺ ആയിട്ടൊരു പോയിന്റ് ഇല്ലെങ്കിൽ മീറ്റ് ചെയ്യുന്നവരെ വരയ്ക്കുക. അപ്പം കോമൺ ആയിട്ടൊരു പോയിന്റ് കിട്ടും. അതിന് ഓന്ന് കൊടുക്കാം. എന്നിട്ട് ആ ഓയിൽ സെൻറ്റർ ആക്കിക്കൊണ്ട് സർക്കം സർക്കിൾ വരയ്ക്കും. ഇത് സെൻറ്റർ ആക്കുക. 3 വെർട്ടെക്സ് ഇത് കൂടെ തന്നെ പോകണം. അപ്പോൾ എന്ത് ചെയ്യുക? കോമ്പസ് ഇവിടെ വെച്ച് ഇങ്ങനെ സർക്കിൾ വരയ്ക്കുക. അങ്ങനെ എന്ത് ചെയ്യുക? 5 ഡിഗ്രി 120 ഡിഗ്രി 4 സെൻറ്റിമീറ്റർ ഒരു ട്രയാങ്കിളിൻ്റെയും സർക്കിൾ വരയ്ക്കുക. സർക്കം സർക്കിൾ. ഇനി ഈ 3 സർക്കം സർക്കിളിന് ഒരു പ്രത്യേകത ഉണ്ട്. അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ സർക്കം സെൻറ്റർ എവിടെയാണ് കിടക്കുന്നത്? ട്രയാങ്കിളിൻ്റെ ഇൻസൈഡ് ആയിരിക്കും. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ സർക്കിളിൻ്റെ സർക്കം സെൻറ്റർ എവിടെയായിരിക്കണം? ഹൈപ്പോട്ടനീസിലായിരിക്കണം. മിഡ് പോയിന്റ് ഓഫ് ഹൈപ്പോട്ടനീസ് ആയിരിക്കും. തേർഡ് ട്രയാങ്കിൾ ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് അതിൻ്റെ സെൻറ്റർ എവിടെയായിരിക്കും ഉണ്ടാവുക? ട്രയാങ്കിളിൻ്റെ
ഔട്ട്സൈഡ് ആയിരിക്കും. അതായത് ട്രയാങ്കിളിൻ്റെ ഔട്ട്സൈഡ് ആയിരിക്കും എന്ത് വരിക, നമ്മുടെ ട്രയാങ്കിളിൻ്റെ സർക്കംസെൻറ്റർ വരിക. എന്നിട്ട് ആ റിലേഷൻ എഴുതി വെക്കുക. 3 ട്രയാങ്കിൾസിൻ്റെ സർക്കംസെൻറ്റേഴ്സ് എവിടേക്കാണ് വരിക, പൊസിഷൻ ഓഫ് സർക്കംസെൻറ്റർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അക്യൂട്ട് ആംഗിൾ ആണെങ്കിൽ ഇൻസൈഡ് ഓഫ് എ ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ സർക്കംസെൻറ്റർ എവിടെയായിരിക്കും, മിഡ് പോയിന്റ് ഓഫ് ദ ഹൈപ്പോട്ടന്യൂസ്. ആൻഡ് ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ സർക്കംസെൻറ്റർ ഈസ് ഔട്ട്സൈഡ് ദ ട്രയാങ്കിൾ.